പിന്നെ ഇത്രക്ക് വാശി തോന്നുന്ന ഒരു പെണ്ണിന് പറ്റില്ല കേട്ടോ. അതിനെ കെട്ടിയ ഭർത്താവിനെ അനുസരിക്കാൻ പഠിക്കേ. ഉപദേശിക്കാൻ പറയാനും വന്നിക്കണം. ഡേ ആനിവേഴ്സറി ആയിട്ട് നമുക്ക് ഉമ്മാനിപ്പാനെ കൂട്ടിയാണ് ഫുഡ് കഴിക്കാൻ പോയാലോ? ഓക്കെ കാക്കു, ഞാൻ ഇപ്പൊ റെഡി ആവാം. ഇമ്മ, നിങ്ങളെ ആനിവേഴ്സറി ആയതുകൊണ്ടേ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിരിക്കണേ. നിങ്ങൾ ഇപ്പൊ റെഡിയാ വീട്ടില്? ഇത് റെഡി ആയില്ലേ? മീപ്പിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ്. പോരെ, ഒരു 10 മിനിറ്റ് സേഫ് കാക്കു, ഞാൻ അമ്മക്ക് ഇപ്പൊ വിളിച്ചിട്ടുള്ളൂ. ഒലിപ്പ് റെഡി ആവും. നീ ആരെ കാര്യം പറയണേ? മീപ്പി അവിടെ റെഡി ആണല്ലോ. ഞാൻ എൻ്റെ അമ്മാൻ്റെ ഇപ്പാൻ്റെ കാര്യം. അന്നോട് ആരിപ്പോ അവരൊക്കെ വിളിക്കാൻ പറഞ്ഞേ? അങ്ങോട്ട് ഇനി എത്ര ദൂരം പോകണം? ആർക്കും ആണെങ്കിൽ അടുത്ത പ്രാവശ്യം വല്ല പാർസൽ എന്തെങ്കിലും മേടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളെ മീപ്പി എങ്ങനെയാണ് അതേപോലെ തന്നെ അല്ലേ എനിക്കും. എന്നാൽ ഇവർക്കും പാർസൽ വാങ്ങിച്ചു കൊടുത്തല്ലേ. പക്ഷേ നല്ലൊരു ദിവസമായിട്ട് തന്നെ പിരാന്തെടുപ്പിക്കാൻ നിൽക്കണ്ട. ഇപ്പൊ എൻ്റെ വീട്ടുകാരെ വിളിക്കാത്ത കുറവുള്ളൂ. ഒന്ന് പെട്ടെന്ന് അറിയിക്കേ. അല്ല, എന്താ ദിവസം പ്രശ്നം? ഇമ്മിപ്പി അവിടെ കാത്തുക. എത്ര നേരം ഞാനോട് പറയണു? കാത്തിരിക്കട്ടെ, എൻ്റെ മീപ്പി അവിടെ കാത്തിരിക്കുക തന്നെയാണ്. നിങ്ങൾക്ക് അവരെത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതേപോലെ തന്നെയാണ് എനിക്കും. നിങ്ങളെ കെട്ടിന്ന് ഇരുന്നാണ് എനിക്ക് അവരോടുള്ള സ്നേഹം ഇല്ലാതാവുന്നില്ല. പോവുകയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച്, ഇല്ലെങ്കിൽ നമുക്ക് ഒറ്റക്ക് പോവാം. ഒറ്റക്ക് പോവേ? ഒറ്റക്ക് പോകാനൊന്നും പറ്റില്ല. ഞാൻ എൻ്റെ ഉമ്മാനിപ്പാനെ വിളിച്ചതാണ്. അവരില്ലാതെ എനിക്ക് പോകാൻ പറ്റില്ല. എനിക്കെന്തായാലും എൻ്റെ മീപ്പി ഇല്ലാതെ പോരാൻ പറ്റൂല. പിന്നെ ഇത്രക്ക് വാശി തോന്നുന്ന ഒരു പെണ്ണിന് പറ്റില്ല കേട്ടോ. അതിനെ കെട്ടിയ ഭർത്താവിനെ അനുസരിക്കാൻ പഠിക്കേ. ഉപദേശിക്കാൻ പറയാനും വന്നിക്കണം.